കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം സുപ്പീരിയർ അയച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗുണ്ടകളും ഇവരുടെ കയ്യിൽ നിന്നും ആ ഒരു വോയിസ് റെക്കോർഡർ എടുത്തുകൊണ്ട് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഷിനും പുറകെ പോകുന്നുണ്ടെങ്കിലും അവൻ ആ റെക്കോർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഹാനും ഞാൻ പോലീസിനെ വിളിക്കാമെന്ന് പറയുമ്പോ ഷിനും ഞാൻ എന്തായാലും ആ റെക്കോർഡർ എങ്ങനെയെങ്കിലും കൊണ്ടുവരാനായിട്ട് നോക്കാം. ആ സമയം സുപ്പീരിയറും ഹാനിനെ തേടി വരുന്നുണ്ടായിരുന്നു. ചെയർമാന്റെ അടുത്ത് എന്ത് വന്നാലും സാരമില്ല, ആ ഒരു റെക്കോർഡർ കിട്ടിയേ മതിയാകൂ എന്ന് പറയുന്നുണ്ടെങ്കിലും അവനൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. വന്നു നോക്കുമ്പോ ഹാനിന് ഒരു കുഴപ്പവും ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവനും സമാധാനമാകുന്നത്. ആ സമയം ഗുണ്ടയായ ടീം വിളിച്ച് ആ റെക്കോർഡർ കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ തന്നേക്കാമെന്ന് പറയുന്നുണ്ട്. അത് കേട്ട് അയാളും അവിടേക്ക് പോകുന്നുണ്ട്. ആ റെക്കോർഡർ അവര് കൊണ്ടുപോയി. അതിന് ഷിന്റെ അച്ഛനും അവര് ആ ഡ്രാഗൺ ഗാങ്ങില് ഉള്ളവരാണ്, എനിക്ക് അവരെ അറിയാം. ഞാൻ നിങ്ങളെ തിരക്കി ചൈന ടൗണിലേക്ക് പോയ സമയം എന്നോടൊരാള് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു റെഡ് ഡ്രാഗൺസിനെ പറ്റി. പക്ഷേ അവരെ സംരക്ഷിക്കുന്നത് നിങ്ങളാണ് എന്നാണ് അയാള് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നെ അവിടേക്ക് ശരിക്കും പറഞ്ഞു അയച്ചത് ആ ചെയർമാനാണ്. അപ്പോ അയാൾ എന്നോട് കള്ളം പറഞ്ഞതാണ്. ഇവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. സുപ്പീരിയറും ഓഫീസിലേക്ക് വരുന്ന സമയം ചെയർമാനും റെക്കോർഡറിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. ഞാൻ ആ ടേയോട് റെക്കോർഡർ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അയാളുടെ കയ്യിലാണുള്ളത്, അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ റെക്കോർഡർ കണ്ടു കിട്ടിയാ എന്നോട് പറയണമെന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നത്. അയാളെ ദേഷ്യപ്പെടുന്ന കാണുമ്പോ സുപ്പീരിയറും നിങ്ങൾ എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നത്, നിങ്ങൾ ആരെയോ കൊന്ന പോലെയാണല്ലോ സംസാരിക്കുന്നത്. ഇവനും എന്തൊക്കെയോ സംശയമുണ്ട്. ആ റെക്കോർഡർ എന്തായാലും കണ്ടുപിടിക്കണം, എന്തു വന്നാലും സാരമില്ല. ശരിക്കും റെക്കോർഡർ ഇയാളുടെ കയ്യിലുണ്ട്, പക്ഷെ അച്ഛന് അത് കൊടുക്കാത്തതാണ്. നിങ്ങൾ എന്നിൽ നിന്നും എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? എന്ത് വേണമെങ്കിലും ആവാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് പറയണം. ഞാൻ പറഞ്ഞല്ലോ ഒന്നുമില്ലാന്ന്. എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിൽക്കാതെ വേഗം പോയി ആ റെക്കോർഡർ എടുത്തിട്ട് വരാനായി അവരോട് പറയുന്നുണ്ട്. സുപ്പീരിയറിന് ഇപ്പോഴും സംശയമാണ്, ആ ചെയർമാൻ ഇയാളെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ടാണ് അയാൾ റെക്കോർഡർ കൊടുക്കാത്തത്. ആ സമയം ഇയാളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ച ആ ബുള്ളി ചെയ്ത പെൺകുട്ടിയുടെ അച്ഛനും വിളിക്കുന്നുണ്ട്. അയാള് ഒരു ചീഫ് ജഡ്ജാണ്. ആ ടീച്ചറിന്റെ കൈവശമുണ്ടായിരുന്ന ഒരു റെക്കോർഡർ ഇപ്പൊ കാണാതെ പോയിരിക്കുകയാണ്. അത് ആ ടേയുടെ കൈവശമാണുള്ളത് എന്ന കാര്യം പറയുന്നുണ്ട്. ഷിനിയുടെ അച്ഛനും ആ ഒരു ചെയർമാനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. റെക്കോർഡർ ഈ റെഡ് ഡ്രാഗൺസ് എടുത്തിട്ടുണ്ട് എന്ന് കരുതി ഷിനും ഹാനും കൂടി ചൈന ടൗണിലേക്ക് വരുന്നുണ്ട്. ഇയാളോട് കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്ന ആള് അവിടെ നിൽക്കുന്നത് ഷിനും കാണുന്നു. അയാളെ കാണുമ്പോ ഞാൻ ഷിന്നാണ്, നിങ്ങളെ ഇതിനു മുന്നേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് മുകളിൽ പോയിരുന്ന് സംസാരിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അവരെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഷിന്നും നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കള്ളക്കഥകളല്ലേ, എന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്തത്? നിങ്ങൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ? അയാൾ അത് സമ്മതിക്കുന്നില്ല. എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ പറഞ്ഞത് എന്റെ അച്ഛനാണ് ഇവിടെ ഒരുപാട് അഴിമതി ചെയ്തിട്ടുണ്ടായിരുന്നതാണെന്നാണ്. നിങ്ങൾ ഇവിടെ നിന്നിട്ട് പോകണം, എനിക്കൊന്നിനെ കുറിച്ചും അറിയില്ല. ഞാനും ഞങ്ങളോട് സത്യം പറയണം, നിങ്ങൾ ആരാ ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? അത് ടേ ആണോ? ആ സമയം ആ ഗുണ്ടകളും അവിടേക്ക് വരുന്നുണ്ട്. അവരാ റെഡ് ഡ്രാഗണിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരുന്നു. ഷിന്നിന്റെ ദേഹത്തും അവന്റെ അച്ഛൻ കയറിയിട്ടുണ്ടായിരുന്നു. അയാളും ഒരു ആയുധം എടുത്ത് അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും അടിച്ചിടുന്നുണ്ട്. പിന്നീടാണ് ഷിന്നിനെല്ലാം ഓർമ്മ വരുന്നത്. ആ ടേയെ നമുക്ക് കണ്ടുപിടിക്കണം, ആള് മിക്കവാറും രാജ്യം വിടാനായിട്ട് സാധ്യതയുണ്ട്. അയാൾ മിക്കവാറും ആ ഹാർബറിൽ ഉണ്ടാവും. അവർക്കിവിടെ ബിസിനസ് ഒക്കെ ഉണ്ട്. അവര് ഇല്ലീഗലായിട്ട് ഡ്രഗ്സ് ഒക്കെ കടത്തുന്നത് അവിടെയാണ്. അതുകൊണ്ട് അയാള് രാജ്യം വിടുകയാണെങ്കിൽ അവിടെ തന്നെ എത്തിയിട്ടുണ്ടായിരിക്കും. ഇവര് പറഞ്ഞതുപോലെ അയാളും ഒരു ഹാർബറിൽ ഉണ്ടായിരുന്നു. അയാളും ഒരു കണ്ടെയ്നറിൽ കയറിയിരിക്കുന്നുണ്ട്. ആ റെക്കോർഡർ കൊടുത്തതിന് ഇയാൾക്ക് ഒരുപാട് പണവും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇവരും അവിടേക്ക് എത്തുന്ന സമയം അവിടെ ഒരുപാട് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. ഇതിൽ നിന്നും എങ്ങനെയാ നമ്മൾ അവനെ കണ്ടെത്തുന്നത്? അതിന് ഷിൻഡച്ചനും ഞാൻ ഇവിടെ ഇല്ലേ എന്ന് പറഞ്ഞ് കണ്ടെയ്നറിന് ഉള്ളിലൂടെ പോകുന്നുണ്ട്. ആ മെയിൻ വില്ലനായ ടേ ഉണ്ടായിരുന്ന കണ്ടെയ്നറും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ ആള് അതിനകത്തിരിക്കുന്ന സമയം എന്തോ കുലുക്കം അനുഭവപ്പെടുന്നുണ്ട്. ആ ഡോറ് തുറക്കുമ്പോ പുറത്ത് വാളുമായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഷിന്നാണ്. പ്രേതം കയറി ഷിൻ. ആ സമയം ഹാനും പുറകിലൂടെ വന്ന് ആ ഒരു ഷോക്ക് അടിപ്പിക്കുന്ന ഡിവൈസ് യൂസ് ചെയ്ത് അവനെ വീഴ്ത്തുന്നുണ്ട്. ഇവരും അയാളെ കെട്ടിവെക്കുന്നു. നിങ്ങൾ എന്നെ എന്താ ചെയ്യാനായിട്ട് പോകുന്നത്? ഇവരും അയാളെ കടലിലെ കെട്ടിത്താഴ്ത്താൻ വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും ചെയ്തു വെക്കുന്നുണ്ട്. നിങ്ങൾ ആരാണെന്ന് ടേ ചോദിക്കുമ്പോ ഷിന്നിന്റെ അച്ഛനും ഞാൻ ഷിങ്കിജങ് ആണ്, നിനക്ക് എന്നെ ഓർമ്മയില്ലേ, ഞാനെന്ന് അയാളെ കൊന്നതാണല്ലോ, എനിക്ക് സമാധാനത്തോടെ യാത്ര പോകാനായി സാധിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ആ റെക്കോർഡർ എവിടെ? അതെനിക്ക് പറയാനൊന്നും കഴിയില്ല, നീ പറഞ്ഞില്ലെങ്കിൽ എന്റെ കൂടെ നീ വരേണ്ടി വരും. വരുന്നുണ്ടോ? ഈ വെള്ളത്തിൽ നിറയെ പ്രേതങ്ങളുണ്ട്, അവരുടെ കൂടെ പോയാലും മതി. നമുക്ക് എന്തായാലും ഇയാളെ വെള്ളത്തിൽ കളഞ്ഞാലോ? എന്തായാലും അയാള് റെക്കോർഡർ തരുന്നില്ല, അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, നമുക്ക് എന്തായാലും അത് തന്നെ ചെയ്യാം. ഹാനും ആ ഒരു വെയിറ്റ് വെള്ളത്തിലേക്ക് തള്ളിയിടുന്ന സമയം ഇയാളുടെ കസേരയിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന കയറും പതിയെ പതിയെ വെള്ളത്തിലേക്ക് പോകുന്നുണ്ട്. അത് കണ്ട് പേടിച്ചിട്ടേയും അയാളത് സുപ്പീരിയറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അവരോട് പറയുന്നുണ്ട്. ശരിക്കും ആ ഒരു കസേരയുടെ ഒരു കാല് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലാണ് ആ ഒരു കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നത്. ഇയാളും താഴേക്ക് വന്ന് വീഴുന്നു. ഷിൻഡാച്ചനും അയാളുടെ കണ്ണിൽ പിടിച്ച് നോക്കുമ്പോ അയാള് സത്യം പറഞ്ഞതാണെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. ഇവിടെ സുപ്പീരിയർ ആ ഒരു വോയിസ് റെക്കോർഡർ പ്ലേ ചെയ്ത് നോക്കുന്നുണ്ട്. സത്യങ്ങളെല്ലാം കേൾക്കുമ്പോ അയാൾക്ക് ഒരുപാട് വിഷമാകുന്നു. ഇയാളോട് ഇയാളുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളമായിരുന്നു എന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. ആ സുപ്പീരിയർ എന്തായാലും ചെയർമാന് ആ ഒരു റെക്കോർഡർ കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ പരിശ്രമമൊക്കെ വെറുതെ ആയല്ലോ. അതിന് അച്ഛനും ആ സുപ്പീരിയർ ചെയർമാൻ അത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ടേ ഇവിടുന്ന്
പോയതിനു ശേഷം ഞാൻ ചെയർമാന്റെ ഓഫീസിലേക്കും പോയിട്ടുണ്ടായിരുന്നു. അവര് തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അയാൾക്ക് ഇതിനു മുന്നേ തന്നെ റെക്കോർഡർ കിട്ടിയതാണ്. പക്ഷെ അയാള് അച്ഛനോട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ എന്തുകൊണ്ടായിരിക്കും അച്ഛന്റെ ആവശ്യപ്രകാരമുള്ള ആ ഒരു റെക്കോർഡർ അവൻ കൊടുക്കാത്തത്? അതിന് ഹാനം ഈ ചെയർമാൻ മകനെ ഒട്ടും തന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാളാണെങ്കിൽ അച്ഛൻ നല്ലൊരു വാക്ക് പറയാനായിട്ട് കാത്തിരിക്കുകയാണ്. ഇപ്പോ വീണ്ടും അയാളുടെ അച്ഛൻ വിശ്വസിക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നാലും ഞാനൊന്ന് പോയി ചോദിച്ചു നോക്കാം, ചിലപ്പോ നമുക്കത് കിട്ടിയാലോ എന്ന് ഹാനം പറയുന്നുണ്ട്. ആ ചീഫ് ജഡ്ജും ചെയർമാനെ വിളിച്ചിട്ട് ആ ടേയെ ഷിന്ന് പിടികൂടി എന്നുള്ള കാര്യം വിളിച്ചു പറയുന്നുണ്ട്. ഇവിടെ ഹാനം സുപ്പീരിയറിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങള് ആ ടീച്ചറിന്റെയും ഷിന്നിന്റെ അച്ഛന്റെയും കൊലപാതകത്തെ പറ്റി അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമല്ല, ആ ടീച്ചർ ആത്മഹത്യ ചെയ്തതാണ്. ഷിന്നിന്റെ അച്ഛൻ ആക്സിഡന്റിൽ മരിച്ചു. നിങ്ങൾക്ക് സത്യം അറിയാം, എന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതാണ് സത്യം. നിങ്ങൾ ഇപ്പോഴെങ്കിലും മാറണം. നിങ്ങളുടെ അച്ഛൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ മാറണം. സുപ്പീരിയർ ഹാനോട് അങ്ങനെ സത്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ടേയെ നമ്മൾ പിടിച്ചു വെച്ചു എന്നുള്ള കാര്യം ചെയർമാൻ അറിഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ട് റെക്കോർഡർ നമ്മുടെ കയ്യിലാണുള്ളതെന്ന് ആയിരിക്കണം ആള് വിചാരിച്ചു വെച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ചെയർമാനെ വിളിച്ചിട്ട്, നിങ്ങൾ തിരക്കാണോ, എനിക്ക് നിങ്ങളൊന്ന് കാണാൻ സാധിക്കോ? ഞാനിവിടെയുണ്ട്, ഓഫീസിലേക്ക് വരാനായിട്ട് ഷിന്നിനോടും പറയുന്നുണ്ട്. ഹാനും നിങ്ങൾ ഒറ്റയ്ക്ക് പോകരുത്, അത് അപകടമാണ്. നിന്റെ കയ്യിലാണ് ആ റെക്കോർഡർ എന്നാണ് ചെയർമാനും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. നിന്നെ എന്ത് ചെയ്യാനും അയാൾ മടിക്കില്ല, എനിക്കത് അറിയാം. ഇപ്പോ ഇത് ചെയ്ത മതിയാകൂ. അങ്ങനെ ഷിന്നും ആ ഒരു ഓഫീസിലേക്കും പോകുന്നുണ്ട്. അയാള് ചെയർമാനെയും കാണുന്നുണ്ടായിരുന്നു. അന്നേരം അയാളുടെ കൂടെ മറ്റു 2 പോലീസുകാർ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്നോട് എന്തോ പറയാനായിട്ട് ഉണ്ടായിരുന്നില്ലേ? നിന്റെ അച്ഛനൊരു അഴിമതിക്കാരനാണ്, അയാൾ എന്തുമാത്രം അഴിമതി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിന്നോട് എനിക്ക് പറയാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാര്യം നിനക്കും ജീവിക്കണമല്ലോ, അത് നിന്റെ ജീവിതത്തിൽ ഒരു തടസ്സമാവാനായിട്ട് പാടില്ല. നിന്നെ സംരക്ഷിക്കണം എന്നെനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിന്നോട് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് പേടിയുണ്ടല്ലേ? സത്യം എന്നെങ്കിലും പുറത്തു വരുമെന്ന് നീ എന്നെ തെറ്റായിട്ടാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ നിന്നെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ആ പോലീസുകാരും ഇതൊരു അറസ്റ്റ് വാറന്റ് ആണ്, ടേയും മറ്റുള്ളവരും നിങ്ങൾ അയാളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് കേസ് തന്നിട്ടുണ്ട്. ചെയർമാനും അതിനു മുന്നേ എനിക്കൊരു കാര്യം നിന്നിൽ നിന്നും അറിയണം. നീ എവിടെയാ അത് ഒളിച്ചു വെച്ചിരിക്കുന്നത്? എന്ത് ഒളിച്ചു വെച്ചിരിക്കുന്നത്? ആ റെക്കോർഡർ ആണോ? അത് നിങ്ങളുടെ മകന്റെ കയ്യിലല്ലേ ഉള്ളത്. വെറുതെ കള്ളം പറയരുത്. നിങ്ങൾ നിങ്ങളുടെ മകനോട് ചോദിച്ചു നോക്ക്. എനിക്ക് കള്ളം പറയേണ്ട ഒരാവശ്യമില്ല. അത് കേട്ട് അയാളും ഷോക്കാകുന്നു. നിങ്ങൾ മറ്റുള്ളവരുടെ മകനെ കുറിച്ചല്ല ഇപ്പൊ ചിന്തിക്കേണ്ടത്, സ്വന്തം മകനെ കുറിച്ചാണ്. ഇവനെ ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് പോലീസുകാരോടും പറയുന്നുണ്ട്. അവരും ഷിന്നിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് മറ്റൊരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ചെയർമാനെ കാണാൻ വരുന്നതിനും 1 മണിക്കൂർ മുന്നേ ഷിന്ന് സുപ്പീരിയറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. സുപ്പീരിയറും, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? അത് എനിക്ക് വഴിതെറ്റി പോയതാണ്, ഞാൻ ചെയർമാനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. നിന്റെ റൂമൊക്കെ കൊള്ളാലോ, നീ എന്തിനാ ചെയർമാന്റെ ഓഫീസിലേക്ക് വന്നത്? എനിക്ക് അയാളെ കാണേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു. എന്നോടെന്തോ പ്രധാനമായിട്ടുള്ള കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാണ് ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. ആ റെക്കോർഡർ നിങ്ങളുടെ കൈവശല്ലേ ഉള്ളത്? അത് ചെയർമാന് ആവശ്യമാണെന്ന് തോന്നുന്നു. നിങ്ങളത് സുരക്ഷിതമായി വെച്ചിരിക്കുകയല്ലേ? ആർക്കറിയാം അത് ഇത്ര വേഗം അവിടെ നിന്ന് ചിലപ്പോ അപ്രത്യക്ഷമാകുന്നു. അത് കേട്ടതും അയാൾക്കും ടെൻഷൻ ആകുന്നുണ്ട്. അവനും ആ ഒരു സേഫില് പാസ്കോഡും അടിച്ചിട്ട് ആ ഒരു റെക്കോർഡറും കയ്യിലെടുക്കുന്നുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, ഇവൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞ് ആ റെക്കോർഡറും തിരിച്ചു വെക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഷിന്നിന്റെ അച്ഛനും കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയം സുപ്പീരിയറും ചെയർമാന്റെ ലാപ്ടോപ്പില് ഒരു ക്യാമറ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കുമ്പോ അവിടെ അയാള് ഉണ്ടായിരുന്നില്ല. ഷിന്നും ചെയർമാനും എന്താണ് സംസാരിക്കുന്നത് എന്ന് ഇയാൾക്ക് അറിയണമായിരുന്നു. ആ സമയം ഷിന്നിന്റെ അളിയനും ബേസ്മെന്റിൽ പോയിട്ട് ഇവിടുത്തെ പവറും ഓഫ് ചെയ്യുന്നു. അത് കാരണം സുപ്പീരിയറിനും അയാളുടെ അച്ഛന്റെ ഓഫീസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ശേഷമാണ് ഷിന്നും ചെയർമാന്റെ ഓഫീസിലേക്ക് വരുന്നത്. അവൻ അവിടുത്തെ ഡോറ് കൃത്യമായിട്ടും അടച്ചിട്ടുണ്ടായിരുന്നില്ല. തൊട്ട് പിന്നാലെ തന്നെ സുപ്പീരിയറും വന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. സുപ്പീരിയർ ഇറങ്ങിപ്പോയ ആ ഒരു സമയം കൊണ്ട് അളിയനും സുപ്പീരിയറിന്റെ റൂമിലേക്കും വരുന്നുണ്ട്. ഷിന്നും അവന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു സേഫ് ഉണ്ട്, അതിന്റെ പാസ്കോഡ് അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനും ആ ഒരു പാസ്കോഡ് അതിൽ ടൈപ്പ് ചെയ്യുന്ന സമയം ആ ഒരു റെക്കോർഡറും അവിടെ ഇരിക്കുന്നത് അവൻ കാണുന്നുണ്ട്. അവനും അതെടുക്കുന്നു. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സുപ്പീരിയറും കേട്ടിട്ടുണ്ടായിരുന്നു. ഷിന്നും നിങ്ങളുടെ മകന്റെ കയ്യിലാണ് ആ റെക്കോർഡർ ഉള്ളത് എന്നുള്ള കാര്യം ചെയർമാനോട് പറഞ്ഞത് സുപ്പീരിയർ കേൾക്കുന്നുണ്ട്. അയാളും വേഗം റൂമിലേക്ക് വരുന്നുണ്ട്. ആ ടൈം അളിയനും ആ ഒരു റെക്കോർഡർ ഹാനിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെയർമാൻ ആണെങ്കിൽ ദേഷ്യം കൊണ്ട് സുപ്പീരിയറിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൻ വന്ന് ആ ഒരു സേഫിൽ നോക്കുമ്പോ റെക്കോർഡർ ഉണ്ടായിരുന്നില്ല. അയാളും അവനൊരു അടി കൊടുക്കുന്നുണ്ട്. ആ റെക്കോർഡർ എവിടെയാണ്? അത് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് പോയി. അത് ഷിന്നായിരിക്കും എടുത്തിട്ടുണ്ടാവുക. സെക്യൂരിറ്റി വിളിച്ച് ഷിന്നിനെ തടയാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം മറ്റൊരാള് ഇയാളോടൊരു കാര്യം പറയുന്നുണ്ട്. ഇവിടെ ഹാൻ കുറച്ച് റിപ്പോർട്ടേഴ്സിനെ അവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സത്യങ്ങള് പറയാനായിട്ടുണ്ട്. ആ സമയമാണ് ഷിന്നിനെ അവിടെ നിന്ന് പോലീസുകാര് കൊണ്ടുപോകുന്നത്. ആ ടൈം പ്രോസിക്യൂട്ടർ അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങൾ എന്തിനാ ഇയാളെ കൊണ്ടുപോകുന്നത്? ഇയാളെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ, എനിക്ക് ആ വാറന്റ് കാണണം. ഇയാളെ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണമെന്ന് പ്രോസിക്യൂട്ടറും പറയുന്നുണ്ട്. ആ സമയം ചെയർമാനും സുപ്പീരിയറും അവിടേക്ക് വരുന്നുണ്ട്. ഹാൻ റിപ്പോർട്ടേഴ്സിനെ അവിടെ വിളിച്ചിരുത്തിയിരിക്കുന്നത് കണ്ടിട്ട് സുപ്പീരിയറും അവളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്.
നീ എന്തായി ചെയ്യുന്നത്? ഒന്നും തന്നെ മാറാനായിട്ട് പോകുന്നില്ല. ഹാനും ചെയർമാനെ കുറിച്ചുള്ള ചില സത്യങ്ങൾ നിങ്ങൾ അറിഞ്ഞേ മതിയാകൂ. അതിനു മുൻപായി ഞാൻ ഷിൻ എന്ന വക്കീലിനെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. ഹാനും ആ ഒരു റെക്കോർഡർ ഷിന്നിന് കൊടുക്കുന്നുണ്ട്. ഞാൻ ഷിൻ ഒരു അഴിമതിക്കാരനായ പ്രോസിക്യൂട്ടറിന്റെ മകനാണ്. ചിലര് അയാളെ അഴിമതിക്കാരനെന്ന് വിളിച്ചു, ചിലര് അയാള് നല്ലവനാണെന്ന് പറഞ്ഞു. ഷിങ്കിജങ് എന്ന പ്രോസിക്യൂട്ടർ എന്റെ അച്ഛനാണ്. 20 വർഷം മുന്നേ യൂൻ എന്ന ടീച്ചറുടെ ഇൻവെസ്റ്റിഗേഷൻ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അയാളുടെ ശരീരത്തിൽ ഡ്രഗ്സിന്റെ സാന്നിധ്യം കണ്ടെത്തി. മാത്രമല്ല അയാള് അഴിമതിക്കാരനെന്ന് വരുത്തി തീർക്കാനുള്ള ഒരുപാട് ഫയലുകൾ അയാളുടെ ഓഫീസിലേക്ക് വെച്ചു. അതെല്ലാം ഫേക്കാണ്. ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് യാങ് എന്ന ഈ ചെയർമാനാണ്. 20 വർഷം മുന്നേ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വോയിസ് ആണ് എന്റെ കയ്യിലുള്ളത്. ആ ടീച്ചറിനെ കൊടുക്കാൻ ഈ ചെയർമാനും ചീഫ് ജഡ്ജും ചേർന്ന് നടത്തിയിട്ടുണ്ടായിരുന്ന സംഭാഷണങ്ങളാണ് ഇതിനകത്തുള്ളത്. ജഡ്ജും ആ പ്രോസിക്യൂട്ടറിന് എന്താ ചെയ്യാനായിട്ട് പോകുന്നത്? അയാൾക്ക് കാർ ആക്സിഡന്റ് സംഭവിക്കും, അയാളുടെ കരിയർ എന്തായാലും അവസാനിക്കും. അയാളൊരു അഴിമതിക്കാരനായ പ്രോസിക്യൂട്ടർ ആണെന്ന് ഞാൻ വരുത്തി തീർക്കും. മരിച്ചയാളെ വന്ന് കഥ പറയില്ലല്ലോ. ഇത് ആ ടീച്ചറാണ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യം എന്നായാലും പുറത്തു വരും, അതിലൊരു സംശയവും ഇല്ല. ആ ഒരു പ്രോസിക്യൂട്ടർ അവിടേക്ക് വരുന്ന സമയം ഷിന്നും ആ റെക്കോർഡർ അയാളെ ഏൽപ്പിക്കുന്നുണ്ട്. ഈ കേസ് നിങ്ങൾ അന്വേഷിക്കണം. അങ്ങനെ ചെയർമാനെയും അവര് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. സത്യം പുറത്തു വരാനായിട്ട് ഒരുപാട് സമയം എടുത്തു അല്ലേ? നീ കാരണമാണ് ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അച്ഛനും അവനോട് നന്ദി പറയുന്നുണ്ട്. അവനും ഒരുപാട് സന്തോഷാകുന്നു. ടിവിയിലൂടെ മകളും അമ്മയും അയാളെ കുറ്റക്കാരനല്ല എന്നുള്ള കാര്യം കാണുന്നുണ്ട്. അത് മാത്രല്ല ആ ഒരു ടീച്ചറുടെ മകനും ഇതെല്ലാം കാണുന്നുണ്ട്. ശേഷം ഷിനും ആ ചെയർമാനെ കാണാനായിട്ട് ജയിലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാ ഇവിടേക്ക് വന്നത്? എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. അത് ശരിക്കും പ്രേതം ബാധിച്ച ഷിന്നായിരുന്നു. നീ ഇവിടെ വരുമെന്ന് എനിക്കറിയായിരുന്നു. എന്നോട് നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്? നീ ഇത്ര പെട്ടെന്ന് എന്തുകൊണ്ടാ മാറിയത്? ഇത് പ്രോസിക്യൂട്ടർ നിങ്ങളാണോ? ഞാൻ മുമ്പേ ഇങ്ങനെ തന്നെയായിരുന്നു. നിങ്ങൾക്കത് തോന്നാഞ്ഞിട്ടാണ്. എന്നെക്കാളും ശക്തനായ ഒരാള് എന്റെ മുന്നിൽ വരികയാണെങ്കിൽ എന്റെ മുന്നിലുള്ള എല്ലാ റൂൾസും മറികടന്ന് ഞാൻ ഫൈറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ജയിക്കൂ. റൂളിനകത്ത് നിന്ന് കളിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിൽക്കാനായിട്ട് സാധിക്കൂ. നിങ്ങളെപ്പോലെ ഈ റൂളൊക്കെ തെറ്റിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് വന്നിട്ടുള്ളത്? നിങ്ങള് ബുദ്ധിശൂന്യനായതുകൊണ്ടാണ് നേരത്തെ മരിച്ചിട്ടുണ്ടായിരുന്നത്. ഒട്ടും വൈകിട്ടില്ല. നിങ്ങളുടെ കുറ്റമെല്ലാം ഏറ്റെടുക്കണം. എന്നോട് ക്ഷമ ചോദിക്കണം. എന്റെ ഫാമിലിയോടും ആ ടീച്ചറിന്റെ ഫാമിലിയോടും ക്ഷമ ചോദിക്കാനോ? ഞാനെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. നിനക്ക് ആത്മാഭിമാനം ഇല്ലെന്ന് എനിക്കറിയാം. എനിക്ക് ഒരു റിഗ്രറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ തോറ്റുപോയി ഒരു പ്രേതത്തിന്റെ മുന്നിൽ. നീ ശരിക്കും വല്ലാത്തൊരു സംഭവമാണ്. മരിച്ചതിന് ശേഷം എന്നെ കാണാനായിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇയാൾ എത്ര പറഞ്ഞിട്ടും ചെയർമാനും ക്ഷമയൊന്നും തന്നെ ചോദിക്കുന്നില്ല. ഇയാളൊന്നും തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് ഷിന്നിന്റെ അച്ഛനും വലിയ വിഷമമായിട്ടുണ്ടായിരുന്നു. ശേഷം ഷിന്നിന്റെ അച്ഛനും ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അവനും വീട്ടിലേക്ക് വരുമ്പോ അമ്മയ്ക്കും അത് തന്റെ ഭർത്താവാണ് എന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ടായിരുന്നു. ശരിക്കും ഇത് നിങ്ങളാണോ? അതേ നവനും, നിങ്ങൾ പണ്ടത്തെ പോലെ തന്നെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഞാനൊരുപാട് വയസ്സായല്ലേ? എന്റെ കണ്ണില് നീ ഇപ്പോഴും പഴയ ആള് തന്നെയാണ്. ഇത്രയും നാള് നമ്മളെ മക്കളെയും ഒക്കെ നോക്കി വളർത്തി ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? നിന്നെ കുറിച്ചോർത്ത് എനിക്ക് അഭിമാനമുണ്ട്. ശേഷം അവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഷിനിന്റെ സഹോദരിക്ക് പ്രേതത്തിന്റെ കാര്യമൊന്നും അറിയില്ല. പക്ഷെ ഷിനിന്റെ അന്നത്തെ പെരുമാറ്റം കാണുമ്പോ അത് അവളുടെ അച്ഛനാണ് എന്നുള്ള കാര്യം അവളും മനസ്സിലാക്കുന്നുണ്ട്. അവളും അച്ഛ എന്ന് വിളിക്കുന്നുണ്ട്. നിങ്ങള് എന്റെ അച്ഛനല്ലേ? അച്ഛനും കുട്ടിക്കാലത്തുള്ള അവളെ ഓർമ്മ വരുന്നുണ്ട്. അതെ, ഞാൻ തന്നെയാണ്. ശേഷം അവളും അവളുടെ ഭർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവരും ഒരുപാട് നേരം സമയം ചെലവഴിക്കുന്നു. ശേഷം അയാൾക്കും പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. മകളും അച്ഛന് ഞങ്ങളുടെ കൂടെ തന്നെ നിന്നൂടെ? പോകണമെന്നുണ്ടോ? അച്ഛന് മറ്റൊരു ലോകത്തേക്ക് പോയേ മതിയാകൂ. മോളെപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കണം. അവളും അതിന് സമ്മതിക്കുന്നുണ്ട്. അച്ഛനും എല്ലാരോടുമായി യാത്ര പറയുന്നു. ആ ഒരു മന്ത്രം എഴുതിയിരിക്കുന്ന കാർഡ് കത്തിക്കുന്ന സമയം ഷിന്നിന്റെ അച്ഛനും അവിടെ നിന്ന് പോകുന്നുണ്ട്. എല്ലാവരും വിഷമത്തോടു കൂടി നോക്കി നിൽക്കുന്നു. ഷിന്നും പിന്നീട് അങ്ങോട്ട് അതേ ജോലി തന്നെയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അവനും പ്രേതത്തെ കാണാനുള്ള കഴിവ് കുറയുന്ന സമയം അവന് ആ ഒരു അഗർബത്തി കത്തിച്ചു വെക്കുന്നുണ്ട്. ആ സമയം അവനും പ്രേതത്തെ കാണാനായിട്ട് സാധിക്കുന്നു. ആ പ്രേതത്തെയും അവൻ വെൽക്കം ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു അർജന്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്, നമുക്ക് നാളെ സംസാരിച്ചാലോ എന്ന് പറയുമ്പോ പ്രേതവും സമ്മതിക്കുന്നു. ഹാനുമായിട്ടായിരുന്നു ആ ഒരു മീറ്റിംഗ്. അവളും റെസ്റ്റോറന്റിൽ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത്തവണ അവൻ കൃത്യമായിട്ട് അവളെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് പൂക്കളൊക്കെ കൊടുക്കുന്നു. പുതിയ പ്രേതം എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവന് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ കേസൊന്നും എടുക്കില്ല, നാളെ വരാനായിട്ട് ഞാൻ പറഞ്ഞു. എനിക്കെപ്പോഴും നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാനായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയം ആ ഒരു പ്രേതവും അവന്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം അവിടെ മുഴുവൻ ആഹാരമായിരുന്നു. അവളെങ്ങാനും ഇനി ശരീരത്തിൽ കയറുമെന്ന് പേടിച്ചിട്ട് ഹാനനെ വിളിച്ച് അവിടെ നിന്നും ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ദൂരെ അവരെത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ ആ പ്രേതം ഇല്ല. ഞാൻ പറയാൻ വന്നത്, നിങ്ങൾ സുന്ദരിയാണ്. ഞാൻ പറഞ്ഞത് വിശ്വസിച്ച് എപ്പോഴും എന്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെ കണ്ടതിന് ശേഷം എന്റെ ലോകം ഒന്നാകെ മാറിയിട്ടുണ്ടായിരുന്നു. ഞാനും മാറി. ഞാനിതില് വളരെ വളരെ സന്തോഷവതിയാണ്. ആ സമയം ഷിന്നിന്റെ ദേഹത്തും പ്രേതം കയറുമെന്ന് ഹാനിനും മനസ്സിലാകുന്നു. അങ്ങനെ അവളും അവനെ കിസ് ചെയ്യുന്നുണ്ട്. ഷിന്നും ഓഫീസിൽ നിൽക്കുന്ന സമയം ഒരു നായ്ക്കുട്ടി അവിടേക്ക് വരുന്നുണ്ട്. അതിനെ കണ്ടതും നീ എവിടുന്നാ വന്നേ? നല്ല ഭംഗിയുണ്ടല്ലോ. അതും അവനെ കൈയെടുത്ത്
കാണിക്കുന്നുണ്ട്. ആ സമയമാണ് സഹോദരിയുടെ മകള് അവിടേക്ക് വരുന്നത്. നീ ഒറ്റയ്ക്കുള്ളോ? ആരെടുത്താ സംസാരിച്ചു കൊണ്ടിരുന്നത്? ഒരു നായ്ക്കുട്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതെവിടെയാണ്? അവിടെ ഉണ്ടെന്ന് പറയുമ്പോ അവർക്ക് രണ്ടുപേർക്കും അവിടെ ഒന്നും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അളിയനും അവിടെ അത് ഇല്ല എന്ന് പറയുന്നുണ്ട്. ഷിന്നിന്റെ അടുത്തേക്ക് ആ ഒരു നായ്ക്കുട്ടി ഓടി വരുന്നുണ്ട്. അളിയനും കൊണ്ടുവന്ന ആ ഒരു ഫുഡിന്റെ അടുത്തേക്ക് അതും പോകുമ്പോ ഷിന്നിനും എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അവനും മുട്ടിലഴഞ്ഞ് ആ ഒരു ഫുഡിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഇവരോട് നായ്ക്കുട്ടി പെരുമാറുന്നത് പോലെ പെരുമാറുന്നു. ഇവിടെ വച്ച് ഈ സീരീസ് തന്നെ അവസാനിക്കുകയാണ്.